അവയവദാനത്തിന്റെ എത്രയോ ത്യാഗോജ്വലമായ മാതൃകകളാണ് കേരളം ലോകത്തിനു മുമ്പിൽ സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ വാരം ക്രൈംബ്രാഞ്ച് SP ശ്രീ ശ്രീജിത്ത് IPS കേരള സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ച റിപ്പോർട്ട് ചൂണ്ടുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളിലേക്കാണ്. സംസ്ഥാനത്ത് സജീവമായ ഒരു അവയവ മാഫിയ ഉണ്ട് എന്ന ആ റിപ്പോർട്ടിലെ കണ്ടെത്തൽ മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഒരു അവയവ മാഫിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിൽ? അവരുടെ അജണ്ടകൾ എന്തൊക്കെയാണ്? ഇതിന് എന്ത് പ്രതിവിധിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അവയവ മാഫിയയുടെ അണിയറയിൽ ആര്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു റിട്ടയർഡ് SP അഡ്വക്കേറ്റ് KM ആന്റണി IPS, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ബെന്നി ജോസഫ്, ഒപ്പം ടെലഫോണിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലും പങ്കുചേരുന്നു. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ബെന്നി ജോസഫ്, താങ്കൾ വർഷങ്ങളായിട്ട് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയയുടെയൊക്കെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് പല വേദികളിൽ പഠിക്കുകയും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന ഈ റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരത്തിലുള്ള ഒരു മാഫിയ അന്നൊക്കെ വിശേഷിപ്പിക്കാൻ തരത്തിൽ അത്ര സങ്കീർണമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു മാഫിയ ഉണ്ടോ? ശ്രീ ബെന്നി ജോസഫ്. ഇതൊരു പുതിയ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം ഇപ്പോൾ വായിച്ചതുകൊണ്ടാണ്. അവയവ കച്ചവടം, അവയവ മാഫിയ, കിഡ്നി കരളൊക്കെ കൊടുക്കുന്ന ബ്രോക്കർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഒച്ചത്തിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെയായി. അതുകൂടാതെ ഈ അവയവ കച്ചവടം ഇപ്പോൾ ഇത്ര കൂടിയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്പർ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡോണേഴ്സും ഇതിൻ്റെ സർജറിയും ട്രാൻസ്പ്ലാന്റേഷനും കൂടിയിരിക്കുന്നു. ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 8 കൊല്ലം മുമ്പൊക്കെ കേരളത്തിൽ മൊത്തം ഒരു 2 or 3 കിഡ്നി മാറ്റമേ നടക്കുന്നുള്ളൂ. കിഡ്നി മാറ്റ ശസ്ത്രക്രിയ, കരൾ മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരെണ്ണം, ചിലപ്പോൾ 3 വർഷത്തിൽ ഒരെണ്ണമൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം നടക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഇന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയ വാർത്തയല്ല, അത് വളരെ ദയനീയമാണ്. സാംസ്കാരിക കേരളത്തിൽ അത് തലപൊക്കി കൊടികുത്തി വാഴുന്നു എന്നുള്ളത് സങ്കടകരമാണ്. ആരാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ? ഈ അവയവദാനം മഹാദാനമാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് ഫാദർ ഡേവിസ് ചിറമേലും കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി എന്ന വ്യവസായിയും 2 പാവങ്ങൾക്ക് കിഡ്നി ദാനം കൊടുത്തുകൊണ്ടാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ ഇത്ര വ്യാപകമായി ഇത്രയധികം വിപുലീകരിച്ചത് ഈ 2 വ്യക്തികളിലൂടെയാണ്. ഇതിനൊക്കെ മുമ്പ് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് റോയ് എന്ന് പറഞ്ഞ സുഹൃത്തിനെ ഞാൻ ഈ സമയത്ത് നമിക്കുന്നു. കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയും ഫാദർ ഡേവിസ് ചിറമേലിനും മുമ്പ് സൗജന്യമായി കിഡ്നി കൊടുത്ത ഒരാളാണ് റോയ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നാണ് ശരിക്കും എൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എൻ്റെ അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നിന്നാണ്. റോയ്ക്കൊരു നമസ്കാരം. റോയിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഇത് ആദ്യകാലത്തൊക്കെ ഒരു ത്യാഗമായിരുന്നു. ബന്ധുക്കൾ കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നു, അച്ഛൻ മകന് കൊടുക്കുന്നു. ആ രീതിയിലൊക്കെ പോയി അതിൽ നിന്നിപ്പോൾ സുഹൃത്തുക്കളായി. പക്ഷേ ഇപ്പോൾ ഈ ബ്ലഡ് റിലേറ്റീവ്സിൻ്റെ ദാനം വളരെ കുറവാണ്. എന്നാൽ കേരളത്തിൽ മൊത്തം എത്ര ആശുപത്രിയിൽ കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുണ്ട്? പണ്ട് കാലത്തൊക്കെ അമൃത ആശുപത്രി, ആസ്റ്റർ ഇപ്പോൾ വന്നേള്, ലേക്ക് ഷോറും ഇപ്പോൾ വന്നേള്, മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചി, അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് നടന്നത്. അത് പ്രത്യേകിച്ച് അമൃതയിലാണ് ഏറ്റവും കൂടുതൽ നടന്നത്. ഇവിടെ ഇപ്പോൾ സ്വന്തക്കാരുടെ
ബ്ലഡ് റിലേറ്റീവിൽ പറ്റ അവയവ മാറ്റം 1% പോലും നടക്കുന്നില്ല. 1% പോലും. കൂടുതലും അവയവ കച്ചവടമാണ്. സർക്കാർ, നമ്മുടെ ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മറ്റ് ആരോഗ്യ മേഖലയിലെ എല്ലാവരും ചേർന്നുകൊണ്ട് ഇതൊരു സാമൂഹ്യ വിപത്ത് കൂടിയാണ്. അതുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവരും ഇടപെട്ടുകൊണ്ട് അവയവദാനം മഹാദാനമാക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ചില നിബന്ധനകളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്ന് അതിലെല്ലാം ഉപരി സുതാര്യത വേണം, തുറന്ന് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം പണത്തിൻ്റെ ഇടപാട് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ ഒത്തിരി തെളിയിച്ചിട്ടുമുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ 12-14 വർഷം എൻ്റെ അന്വേഷണത്തിൽ ഞാൻ പറയുന്നത്, ഒരു പാവപ്പെട്ടവൻ അവൻ്റെ പെങ്ങളുടെ ചികിത്സക്ക്, ഭാര്യയുടെ ചികിത്സക്ക്, മക്കളെ പഠിപ്പിക്കാൻ, വീട് വെക്കാൻ, മോളെ കെട്ടിക്കാൻ, അങ്ങനെ ദാരിദ്ര്യം മൂലം, പട്ടിണിയും ദാരിദ്ര്യവും മൂലം അവൻ്റെ അവയവം ഒരാൾക്ക് കൊടുക്കുമ്പോൾ സത്യത്തിൽ നിയമം അതിനെതിരാണെങ്കിലും വ്യക്തിപരമായി ഞാൻ അതിനെതിരല്ല. പക്ഷെ അതിലും വലിയ കൊള്ളയല്ലേ ഇവിടെ നടക്കുന്നത്? അതായത് ഒരു പാവപ്പെട്ട മരപ്പണിക്കാരനോ പെയിൻറ്ററോ കൽപ്പണിക്കാരനോ കൃഷിപ്പണിക്കാരനോ സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരുത്തൻ ഒരു കിഡ്നി കൊടുത്താൽ 25 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെയും കിഡ്നിയുടെ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു കിഡ്നിക്ക്, ഒരു വൃക്കക്ക് 1 കോടി രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ 25 ലക്ഷം ആവട്ടെ 1 കോടി ആവട്ടെ, ഈ കൊടുക്കുന്ന പാവപ്പെട്ടവന് 5 ലക്ഷമോ 6 ലക്ഷമോ കിട്ടാറുള്ളൂ. ബാക്കി മുഴുവൻ ഇടനിലക്കാരാണ്. ഈ ഇടനിലക്കാരിൽ വേണം നമ്മുടെ ADGP ആയ ശ്രീജിത്ത് അന്വേഷിക്കേണ്ടത്. അതാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലും പങ്കെടുക്കുന്നു. ഫാദർ ഡേവിസ് ചിറമേൽ, ഈ അടുത്ത കാലത്ത് ഈ റിപ്പോർട്ട് അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ശരിക്കും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു റാക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവയവ മാഫിയ ഉണ്ടോ? എങ്ങനെയാണ് അച്ഛൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഈ മാഫിയ അല്ലെങ്കിൽ അവയവ കച്ചവടം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കുറെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇതിനു മുമ്പ് തന്നെ പത്രങ്ങളിൽ ഇഷ്ടപ്രകാരം ഇതിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ വാർത്ത വരും, വാർത്ത ഇല്ലാണ്ടാവും. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ കൊറോണ കാലം വന്നപ്പോ ധാരാളം പേര് സാമ്പത്തിക ഞെരുക്കത്തിലാണ്. അപ്പൊ അവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി കിഡ്നി പോലും കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭം ഇതിന് വലിയ വളക്കൂറുള്ള സമയം മാറി. അതിനൊരു 2 മാസം മുമ്പ് UK ഒരു ഇംഗ്ലീഷ് ചാനൽ വിളിച്ച് അവര് കേരളത്തിൽ ഈ കൊറോണ കാലത്ത് ഈ അവയവ കച്ചവടം നടക്കുന്നു എന്നതിനെ കുറിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ട് എന്നെ വിളിച്ച് ചോദിച്ചത്, മനസ്സിലായോ? അപ്പൊ ഇത് എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അവയവങ്ങൾ കൊടുക്കാൻ സ്വന്തം കുടുംബാംഗങ്ങൾ തയ്യാറല്ല. അവിടെയാണ് ഇതിന്റെ തുടക്കം. നമ്മുടെ കുടുംബത്തിലെ ആൾക്ക് കിഡ്നി രോഗം വന്നാല്, കരൾ രോഗം വന്നാലേ നമ്മൾ കൊടുക്കാണ്ട് അപ്പുറത്തെ വീട്ടിൽ ഓനപ്പേട്ടന്റെ ഭാര്യയുടെ കിഡ്നി ചിന്തിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പറ്റില്ല. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാല് അപ്പനമ്മയും മക്കൾ മാത്രമല്ല, അപ്പനമ്മ, മക്കൾ, അമ്മായിമ്മ, നാത്തൂന്, വല്യമ്മ, അമ്മായിരം മോളും ഒക്കെ ഉണ്ട്. അവരടങ്ങുന്ന വലിയ കുടുംബമാണ് നമ്മള്. പക്ഷെ അവരൊന്നും തയ്യാറല്ല. ഈ തയ്യാറല്ല എന്ന് പറയുന്നിടത്തുനിന്നാണ് ഈ കച്ചവടം ആരംഭിക്കുന്നത്. ഡിമാൻഡ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നല്ല ഡിമാൻഡ് ഉള്ള കാരണം ഇത് നടക്കണു. അതിന് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ. മരണശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മൃതസഞ്ജീവനി വന്നിട്ടും 10 ലക്ഷം സമ്മതപത്രനെ കളക്ട് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടാവുന്നു? മരണസമയത്ത് അവരുടെ ബന്ധുക്കൾ തീരുമാനം എടുത്തിട്ട് കൊടുക്കാൻ തയ്യാറായാൽ ഒരൊറ്റ വർഷം കൊണ്ട് കേരളത്തിലെ ഈ അവയവ കച്ചവടം നിൽക്കും. എല്ലാവർക്കും അവയവമുണ്ട്, പക്ഷെ കൊടുക്കില്ല. അപ്പോ മരണശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ നല്ല മനസ്സ് കാണിക്കാൻ തയ്യാറായാൽ ഇതൊരു വലിയ സൊല്യൂഷനാണ്. ഇത് നമുക്ക് അറിയാണ്ടാണോ? അപ്പൊ നമ്മളിതിന് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ നെഗറ്റീവായിട്ട് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. പോസിറ്റീവായിട്ട് എന്ത് സൊല്യൂഷൻ ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. കിഡ്നി ഫെഡറേഷൻ തുടങ്ങിയത് തന്നെ ഈ സംവിധാനങ്ങളെ തന്റെ ഗോപിനാഥന് അവയവം കൊടുക്കേണ്ട അവയവത്തിന് വേണ്ടിയിട്ട് അവര് കോയമ്പത്തൂർക്ക് വാങ്ങിക്കാൻ പോയ സമയത്താണ് ഞാൻ പറഞ്ഞു അത് വാങ്ങിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത്. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയത് തന്നെ. പക്ഷേ എന്തുണ്ടായി?
അപ്പോ ആൾക്കാർ വിചാരിക്കുന്നത് ഇനി കിഡ്നി ഫെഡറേഷനിൽ കൂടെ കിഡ്നി കിട്ടുന്നു വിചാരിക്കുന്നത്. അതല്ല അതിന്റെ അർത്ഥം. നമ്മൾ ജനങ്ങളോട് പറയുന്നത് അവയവങ്ങൾ കേടാകുമ്പോ നമ്മുടെ കുടുംബത്തിലെ സ്നേഹമുള്ളവരായി അവരെ സഹായിക്കുക. ലിവിങ് ഡൊണേഷൻ. ഇനി മരണശേഷം നമ്മുടെ അവയവങ്ങൾ ആർക്കും ആവശ്യമില്ല. നമ്മൾ കുഴിച്ചിടണോ കത്തിച്ചു കളയണോ. അത് മറ്റുള്ളവർക്ക് ഉപകരിച്ചാൽ ഇത്രയും വലിയ സുവിശേഷം വേറെ വല്ലതുണ്ടാ? അത് ആ നിയമം ഈ നിയമം ഒക്കെ പറഞ്ഞിട്ടൊക്കെ വല്ലതും പറയുമ്പോ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വലിയ നന്മ ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ പാഴാക്കി കളയണത്. അതുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ഇങ്ങനെ പഴിചാരി നിൽക്കുന്നതിനേക്കാൾ, ഇരുട്ടിനെ നമ്മൾ ശപിക്കുന്നതിനേക്കാൾ ഒരു തിരിവെട്ടം കത്തിക്കുക. അത് നമ്മുടെ കുടുംബത്തിൽ ആര് മരിച്ചാലും ഈ തിരിവട്ടം കത്തിക്കുക. നമ്മുടെ അവയവങ്ങൾ, എന്റെ അപ്പൻ മരിച്ചു, എന്റെ അപ്പന്റെ 2 കണ്ണും ദാനം ചെയ്തു. അപ്പം പറഞ്ഞിട്ട് പോലുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തീരുമാനം കസ്റ്റോഡിയൻ ഓഫ് ദ ബോഡി തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞ മനുഷ്യരെ കൊണ്ട് പോലും നന്മ ചെയ്യാനുള്ള അവസരമാണത്. അത് നമ്മുടെ കേരളത്തിൽ എല്ലാവരും തയ്യാറായാൽ ഈ അവയവ കച്ചവടം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിന് ഉണ്ടാകില്ല. ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇതൊരു ധനമോഹം മാത്രമായിരിക്കുമോ അതിന് പിന്നിലെ കാരണം? ധനമോഹം എന്ന് പറയുന്നത് അത് ഇടനിലക്കാരുടെ. പക്ഷേ ഈ അവയവം കൊടുക്കുന്ന ആൾക്കാരുടെ ധനമോഹമല്ല, അവരുടെ നിസ്സഹായാവസ്ഥയാണ്. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. ആ അവസ്ഥയെ മുതലെടുക്കലാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഉള്ളില്, ഞാൻ ചോദിക്കട്ടെ, ചതിച്ചും വഞ്ചിച്ചും സ്വത്തും മുതലും പണവും തട്ടിയെടുത്തും ഇന്ന് എന്നെ വിളിച്ചു രണ്ട് വ്യക്തികള് നിരപരാധികളായിട്ട് കോടതിയിൽ കയറി ഇറങ്ങി വക്കീലുമാര് കണ്ടമാനം ഇതിന് പിന്നാലെ നടക്കുക. തെളിവില്ല എന്ന് പറഞ്ഞാൽ ഏത് അന്യായവും ന്യായമായിട്ട് മാറും. അങ്ങനെ ഒരു ലോകമായി മാറിപ്പോ. അപ്പൊ അതുകൊണ്ട് എത്ര നിരപരാധികളുടെ സ്വത്തും പണവും തട്ടിച്ചും വെട്ടിച്ചും കട്ടും മുടിച്ചും നടക്കുന്ന ലോകത്ത് നിരപരാധികളായ മനുഷ്യര് ധാരാളം നിസ്സഹായരാവാണ്. ഒരു മാർഗമില്ലച്ചോ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ചതിച്ചതാണ് മറ്റൊരു സാമ്പത്തികമായിട്ട്. ഇനി എന്റെ കിഡ്നി കൊടുത്തിട്ട് എന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞ 5-6 പേര് വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ എന്ത് വിളിക്കുന്നത്, ഞാൻ കിഡ്നി വാങ്ങിച്ചു കൊടുക്കുന്ന ആളല്ല. എന്താ വെച്ചാൽ നിവൃത്തി ഇല്ലാണ്ടാണ് ആത്മഹത്യയുടെ നിൽക്കണേ. അപ്പൊ അവര് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതെ എത്ര പേര് ആത്മഹത്യ ചെയ്തു പോയൊരു ഗതിയില്ലാണ്ട് ഇത് കിഡ്നി പോലും കൊടുക്കാൻ തയ്യാറായിട്ട് ചിലര് കെണിയിൽ ചെന്നപ്പെടാണ്. അവർക്ക് പൈസ പോലും ഫാദർ, ഇതൊരു നിയമലംഘനം ആയതുകൊണ്ട് ഇത് പോലീസിന് ഇവർക്ക് പരാതിപ്പെടാനോ അല്ലെങ്കിൽ അത് പോലീസിനെ സമീപിക്കാനോ സാധിക്കത്തുമില്ല അല്ലെ? അതും ഒരു കാരണമാണല്ലേ? ഇല്ല, അവരാരും പോകാൻ പറ്റില്ല. അവര് പൈസ കൊടുത്തില്ലെങ്കിൽ ഒരു പോലീസിലോ ഒരു കോടതിയിലോ ചെന്നാൽ അവനെ പിടിച്ചകത്തിടും. അപ്പൊ അതിനെ മിസ്യൂസ് ചെയ്യണം. അതാണ് ഉണ്ടാവുന്നത്. വ്യക്തം. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് KM ആന്റണി IPS, എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു അവയവദാന കൈമാറ്റം ഉണ്ടാകുക? ഇവിടെ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഇതൊരു ത്യാഗമായിരുന്നു, ഒരു സ്നേഹമായിരുന്നു, ഒരു കരുതലായിരുന്നു. മറ്റുള്ളവരുടെ ഒരു വിഷമഘട്ടത്തിൽ ജീവിതത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്തുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടായിരുന്നു നമ്മൾ ഈ ദാനത്തേക്ക് കണ്ടത്. എന്നാൽ സമീപനാളിൽ ഇത് ഒരു ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ട് ഇവ മാറുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാറ്റമായിരിക്കാം ഒരു പക്ഷേ ശ്രീ ശ്രീജിത്ത് IPSന്റെ ഈ റിപ്പോർട്ട് പറയുന്നത് പോലുള്ള വലിയൊരു മാഫിയ ബന്ധങ്ങളിലേക്കൊക്കെ ഇതിനെ മാറ്റിയത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ബെന്നി ജോസഫ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഈ അടുത്ത കാലത്തായിട്ട്, മുമ്പ് നമ്മൾ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ രക്തബന്ധുക്കൾക്ക് ഈ അവയവദാനം നടത്തുക എന്നുള്ളതായിരുന്നു അന്ന് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളതും. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇത് ഏകദേശം ഒരു സാധാരണ ടൗണിൽ പോലും ഇന്നിപ്പോൾ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളുള്ള ആശുപത്രികളുണ്ട്. അപ്പം അത് വളരെ വ്യാപകമായിട്ട് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ സിറ്റികളിലും 3-4 ആശുപത്രികൾ, ഇത്തരത്തിലുള്ള ആശുപത്രികളുണ്ട്. അപ്പം ശസ്ത്രക്രിയകൾ അങ്ങനെ നടക്കുന്നുമുണ്ട്, അവയവമാറ്റവും നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഡിമാൻഡ് ഒരുപാട് കൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബന്ധുജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. അതുപോലെ തന്നെ ഇത് കൊടുക്കുവാൻ ആളുകൾ മനസ്സോടെ വരുന്നുണ്ട്, അതായത് ബന്ധുക്കളല്ലാത്ത ആളുകളും. അപ്പോൾ വാങ്ങുവാൻ ആളുണ്ട്,
വാങ്ങുന്ന ആളിൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ കൊടുക്കുന്ന ആളിന് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആയിട്ട് കൊടുത്ത് വാങ്ങുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അവരെ അന്വേഷിച്ച് മധ്യവർത്തികളായിട്ടുള്ള ഏജന്റുമാർ എത്തുകയും അത് അവരുടെ ഒരു ഇത് മൊത്തത്തിൽ ഈ ഉള്ള ഒരു പണത്തിൻ്റെതായ വിനിമയം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ 94 ഇങ്ങനെ ഒരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിൽ 2 ആക്ടുകൾ ഉണ്ടായിരുന്നു. ഡൽഹി യൂണിയൻ ടെറിട്ടറിയുടെ അടിസ്ഥാനത്തിൽ 82 2 ആക്ടുകളും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ബോംബെയിലും ഓരോ ആക്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പൊതുവിൽ അന്ന് വലിയ നഗരങ്ങളിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ശസ്ത്രക്രിയയാണ്. ഇപ്പോൾ ആരോഗ്യരംഗത്തുണ്ടായ വളർച്ചയുടെ ഭാഗമായിട്ട് എല്ലാ സിറ്റികളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗികളും ഇതിന് തയ്യാറായി വരുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലൊരു ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആൻഡ് ടിഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതിൽ വ്യക്തമായ നിബന്ധനകൾ പറയുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായിട്ട് മറ്റ് ഇടപെടലുകൾ ഉണ്ടാവാത്ത രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഒരു നിയമ നടപടി നേരത്തെ എന്തുകൊണ്ട് എടുത്തില്ല? നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ ഒരിടത്തും വായിച്ച് കേൾക്കുന്നുമില്ല. എന്താണ് അതിലെ സങ്കീർണത? ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപാട് രഹസ്യമായിട്ട് തന്നെ നടക്കുന്നതാണ്. പരസ്യമാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ രഹസ്യാത്മകത പൂർണ്ണമായി സൂക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇടപാടാണത്. കാരണം ഇതിലെ പണത്തിൻ്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടൽ ഒരിക്കലും അത് ബാങ്ക് മുഖേനയോ രേഖാമൂലമോ ഉള്ള ഒരു കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെ ഇത് ഈ പോലീസിന് തന്നെ ഇതിന് നേരിട്ടെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വകുപ്പ് ഇതിൽ പറയുന്നില്ല. ഇതിന് ഗവൺമെന്റ് തലത്തിൽ ഇതിന് അനുമതിയില്ലാതെ ഇതിന് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല ഈ ആക്ട് പ്രകാരം. അതും ഇതിനകത്തെ ഒരു പ്രത്യേകതയാണ്. ശ്രീ ബെന്നി ജോസഫ്, ഇവിടെ ശ്രീ KM ആന്റണി സാർ പറഞ്ഞതുപോലെ ഇവിടെ വളരെ സങ്കീർണമാണ് ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ. പക്ഷേ എങ്ങനെയാണ്, അതായത് നമുക്ക് നിയമപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബന്ധുക്കൾക്ക് മാത്രമേ ഈ രീതിയിൽ ഇത്തരം അവയവങ്ങൾ തമ്മിൽ ദാനം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ ആക്ട് വിരൽ ചൂണ്ടുന്നതും അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പണം ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പണം കൊടുക്കാനും അല്ലെങ്കിൽ വാങ്ങാനും ആളുകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഈ പറയുന്ന ശസ്ത്രക്രിയ നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്? ഈ ഒരു പ്രോസസ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ ശ്രീ ബെന്നി ജോസഫ്? സത്യത്തിൽ ഈ ചർച്ച കൊണ്ട് നിരവധി കിഡ്നി നഷ്ടപ്പെട്ട യുവാക്കളാണ് ഇപ്പോൾ കൂടുതൽ. നമ്മുടെയൊക്കെ കാലത്ത് 60-70 വയസ്സായവരൊക്കെയാണ് കിഡ്നി പോകുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതിയും ജീവിത രീതിയും ടെൻഷനും എല്ലാം കാരണം ഒരു 30-32 വയസ്സുള്ള തൊട്ട് 40 വയസ്സിനിടയ്ക്ക് ഒത്തിരി കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുന്നുണ്ട്. അത് എൻ്റെ പഠനത്തിലും IMAയും സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ചർച്ച കൊണ്ട് ഭാവി വാഗ്ദാനങ്ങൾ ഇല്ലാണ്ടാവരുത്. എന്നാൽ പരസ്യമായ ഒരു രഹസ്യം എൻ്റെ സുഹൃത്ത് ആൻ്റണി സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, പോലീസിന് സത്യത്തിൽ ഇതിൽ റോളൊന്നുമില്ല. കാരണം ആ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഇതിൽ വന്നാൽ വിവിധ കമ്മിറ്റികളുണ്ട്. സൂര്യന് കീഴിലുള്ള എല്ലാ കേസും, ഇൻകം ടാക്സ് കേസ് വരെ പോലീസ് വിചാരിച്ചെടുക്കാം, പക്ഷെ അവരെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം വളരെ പഴുതുകളുള്ളതും ഇതൊരു കൂട്ടുകച്ചവടമാണ്. എൻ്റെ അന്വേഷണത്തിൽ ആരും ഞെട്ടണ്ട, മലയാളി ഞെട്ടി മതിയായിരിക്കുവാണല്ലോ, ആരും ഞെട്ടണ്ട. എൻ്റെ അന്വേഷണത്തിൽ ഡോക്ടർ ഇതിലൊരു വില്ലനാണ്. കാരണം ഡോക്ടർ അറിയാണ്ട് ഈ സർജറി നടക്കില്ല. ആശുപത്രി ഇതിലൊരു വില്ലനാണ്. 3, ഇതിന് പേപ്പറുകളെല്ലാം ശരിയാക്കി കൊടുക്കുന്ന കമ്മിറ്റികൾ തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും ഉണ്ട്. ഈ കമ്മിറ്റിയിലുള്ള എല്ലാവർക്കും ഒരു MLAയുടെ പഞ്ചായത്ത് മെമ്പറിൻ്റെയൊക്കെ കത്തും ചില ശുപാർശകളും വേണം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലാസ്റ്റ് DYSP ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ വേണം. എന്നാൽ ഈ ഞാൻ പറഞ്ഞ പ്രമുഖർ എന്ന് പറയുന്ന ഡോക്ടർ, ആശുപത്രി, MLA, MP മാർ, ഈ കമ്മിറ്റി, ഇവരെയൊക്കെ വിരലിലിട്ട് പന്താടുന്നത് ആരാണെന്നറിയോ? ബ്രോക്കർ, ഇടനിലക്കാരൻ. ബ്രോക്കർ എന്ന് പറഞ്ഞ വലിയൊരു മാഫിയ. അതും 25-30 കിഡ്നി കൊടുത്തവരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ എന്നോട് ഡയറക്റ്റ് പറയുന്നുണ്ട് എവിടെയൊക്കെ കൈക്കൂലി കൊടുക്കണമെന്ന്. അത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ക്രൈംബ്രാഞ്ചിൻ്റെ ഇത്രയും വലിയ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഈ അന്വേഷണമൊന്നും ഇവിടെ എത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ കണ്ണിൽ ഇങ്ങനെ മണ്ണിട്ടുകൊണ്ട്
എന്തൊക്കെ എന്താ ഇരുട്ടുകൊണ്ട് ഊട്ടയെടുക്കുന്നതല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ടുള്ളൊരു കച്ചവടമാണ്. ഈ അന്വേഷണം എവിടെ എത്തില്ല. കാരണം എന്താണെന്നറിയോ? വളരെ വമ്പന്മാരുടെ അടുത്താണ് ഈ ഓപ്പറേഷനുകൾ നടക്കുന്ന ആശുപത്രികളെല്ലാം തന്നെ വലിയ ആശുപത്രിയാണ്. ആ ആശുപത്രിയുടെയൊക്കെ രോമത്വ തൊടാൻ പറ്റിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ DGP തൊട്ട് ഒരൊറ്റ ആമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. അത് വരുമോ ഇല്ല. പക്ഷേ നാളെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. തലമുറ വളർന്നു വരികയാണ്. ഇവിടെ ഇതിനൊരു നിയന്ത്രണം വരണം. ഈ കിഡ്നി കച്ചവടം നടക്കുമ്പോൾ സ്ഥലത്തെ MLA അറിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില MLA മാർ പൈസ മേടിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ശവത്തിൽ നിന്ന് വരെ കമ്മീഷൻ എടുക്കുകയല്ലേ? ശവത്തിൻ്റെ പത തിന്നുന്ന പരിപാടിയല്ലേ ഒരു പാവപ്പെട്ടവൻ അവൻ്റെ സ്വന്തം കിഡ്നി വേറൊരുത്തന് കൊടുക്കുമ്പോൾ അവൻ്റെയും കുടുംബം ഇല്ലാണ്ടാവുകയാണ്. ഈ രണ്ട് സ്ഥലത്തു നിന്നും കമ്മീഷനും കൈക്കൂലിയും മേടിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിദ്യാഭ്യാസവും മനുഷ്യൻ്റെ ജീവിത രീതിയും പഴയ കാടന്മാർ ഇതിലും എന്തോരം ഭേദമായിരുന്നു. അഡ്വക്കേറ്റ് KM ആന്റണി IPS, ഇവിടെ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞത് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്തരം അധോലോകങ്ങളെ അല്ലെങ്കിൽ ഇത്തരം മാഫിയകളെയൊക്കെ ഭയമാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങയുടെ പ്രതികരണം? പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കേസിൻ്റെ അന്വേഷണത്തിലുള്ളത്. അത് സംബന്ധമായ തെളിവുകൾ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പറഞ്ഞതുപോലെ കൊടുക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥന് അത്തരം തെളിവുകൾ തേടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 45ഓളം സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ് ഇത് അന്വേഷിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയോ മറ്റോ ഏതോ പോലീസ് റിപ്പോർട്ടിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ആ കേസ് അന്വേഷണത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അത് കൃത്യമായ വിവരങ്ങൾ കൊടുത്താൽ നമ്മൾ അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു മുൻവിധിയോടെ ഇതിനെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പോലീസ് കൃത്യമായി അന്വേഷിക്കുക, അത് കൃത്യമായി അന്വേഷിക്കുകയും സത്യസന്ധമായിട്ട് അന്വേഷിച്ചൊരു തീരുമാനത്തിലെത്തിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് അതിൽ നിന്നൊക്കെ അപ്പുറത്തെ ഒരു വൈകാരികമായ ഒരു വശം ഈ അന്വേഷണത്തിൻ്റെ ഭാഗങ്ങളിലുണ്ട്. കാരണം ഇതിനകത്ത് ബന്ധപ്പെടുന്ന ആളുകൾ, ഒന്നൊരു കിഡ്നി കൊടുത്തയാൾ, മറ്റത് രോഗിയായിട്ടുള്ളയാൾ, അപ്പം അല്ലെങ്കിൽ രോഗിയായിട്ട് കിഡ്നി സ്വീകരിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾ. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് മറ്റൊരു കേസിൻ്റെ അന്വേഷണം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ക്രിമിനൽ കേസിൻ്റെ അന്വേഷണം പോലെ അല്ല. ഇത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബ്രോക്കർമാരെന്ന് ഇപ്പോൾ പറഞ്ഞ ബ്രോക്കറോ അല്ലെങ്കിൽ ഏജൻറ്റോ ആയിട്ടുള്ളവർ ശക്തന്മാരായിരിക്കാം, അല്ലെങ്കിൽ അത് പ്രബലരായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ നിയമത്തിൻ്റെ പഴുതുകളെ ചൂഷണം ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എന്നാലും ഇതിനകത്ത് ശക്തമായ അന്വേഷണം ഈ പറഞ്ഞ കേസ് ഇപ്പോൾ വന്നിരിക്കുന്ന കേസിൽ നടക്കുമെന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിലോട്ട് പോകരുത്. ബ്രോക്കർമാർ ശക്തന്മാരല്ല. ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഇടയിൽ നിന്ന് കളിക്കുന്ന വെറും ഒരു ഡെമ്മികളാണ് ഈ ബ്രോക്കർ എന്ന് പറയുന്നത്. ഞാൻ കണ്ട എല്ലാ ബ്രോക്കർമാരും വളരെ സാധുക്കളാണ്. പക്ഷെ കിഡ്നി കച്ചവടത്തോടുകൂടി അവർ ഇന്നോവ കാറും ബെൻസൊക്കെ മേടിച്ച ബ്രോക്കർമാരറിയാം. പക്ഷെ അവർ വെറും സാധാ അവിടെ ഇങ്ങനെ നടക്കണവരാ. പക്ഷെ വില്ലന്മാർ ഡോക്ടറും ആശുപത്രി ഉടമസ്ഥരും, പിന്നെ സ്ഥലത്തെ MLA-യും മന്ത്രിമാരും സെക്രട്ടറിമാർ, പിന്നെ പോലീസ്. ഞാൻ പറയുന്നത് പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ IG ശ്രീജിത്ത് ഇത് അന്വേഷിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും കേരളത്തിൽ നമ്മളൊക്കെ ദൈവങ്ങളാണെന്ന് വിചാരിക്കുന്ന പല വിഗ്രഹങ്ങളും ഒടഞ്ഞു വീഴും. അങ്ങനെ ഒടയാതിരിക്കാൻ ശ്രീജിത്തിനെ സ്ഥലം മാറ്റണതല്ലേ നല്ലത്? KSRTC-യുടെ MD-യോ പോർട്ടിൻ്റെ MD-യോ ആക്കി മാറ്റിയാൽ പോരെ? നമ്മുടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന IPS-ൽ 2 ഗോൾഡ് മെഡലിസ്റ്റും മറ്റേ MBA-ൽ ഡോക്ടറേറ്റും ഒക്കെ എടുത്ത ആ മനുഷ്യനെ തട്ടിക്കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ പോലീസിനോട് എനിക്ക് പുച്ഛമൊന്നുമില്ല. കാരണം പോലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുകാരനും അല്ലേ. പക്ഷെ കേരള പോലീസിൽ തൻ്റെ ഉള്ളവനെ നമ്മുടെ 4ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർ അവിടെ ഇരുത്തി അന്വേഷിപ്പിക്കില്ലെന്നാണ്. അത് ഞാൻ ഇദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യണം. ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കേസ് അന്വേഷിച്ചാൽ കേരളത്തിലെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. പല പ്രമുഖ എന്ന് പറയുന്ന ഉന്നതൻ എന്ന് പറയുന്ന ഡോക്ടർമാരും ആശുപത്രിക്കാരും ആശുപത്രി ഉടമകളും ജയിലിൽ പോയില്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ പൊതുപ്രവർത്തനം നിർത്താം. IG ശ്രീജിത്തിനെയും മുഖ്യമന്ത്രി നമ്മുടെ ഹോം മിനിസ്റ്ററും കൂടിയാണല്ലോ, ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം നടന്ന കിഡ്നി കച്ചവടവും ലിവർ കച്ചവടത്തിൻ്റെയും രേഖകൾ തന്നാൽ ഒരാളുടെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. അങ്ങനെ തൊടുകയാണെങ്കിൽ എയർ കണ്ടീഷൻ 5 സ്റ്റാർ ജയിലുകൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം അങ്ങോട്ട് വരുന്നത് തെണ്ടികളല്ല, ഭിക്ഷക്കാരല്ല, വരുന്നതൊക്കെ കോടീശ്വരനും ഉന്നതനും പ്രമുഖനുമാണ്. ഇദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം അതൊരു തരത്തിൽ സത്യമല്ലേ? കാരണം
നമ്മൾ കേരളത്തിൽ എത്ര ഉദാഹരണങ്ങളുണ്ട്. വളരെ വളരെ കറേജിയസ് ആയിട്ടുള്ള, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങളുടെ തന്ത്രങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുകയും അവരുടെ അന്വേഷണം അവസാനിപ്പിച്ച് തീരെ താരതമ്യേന താഴ്ന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അവർ ഹെഡ് ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ ഈ ശ്രീ ബെന്നി ജോസഫിന്റെ ഒരു സംശയം ഒരു സാധാരണ പ്രേക്ഷകർ ഉണ്ടാകുന്ന സംശയം മാത്രമല്ലേ? അല്ലാണ്ട് ഇവര് വ്യക്തിപരമായിട്ട് കേരള പോലീസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ്. ഈ നാലാംകിട രാഷ്ട്രീയക്കാർ ഇവരെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കേരള പോലീസ് ബ്രിട്ടീഷ് പോലീസിന്റെ ഒപ്പമാണ്. അതിൻ്റെ അകത്ത് യൂണിയൻ കളിക്കുന്നുണ്ട്. ഇനി ഒരു DGPനെയും ഒരു കൊച്ചിയിലെ കമ്മീഷണർ ആരാവണമെന്ന് തീരുമാനിക്കുന്ന യൂണിയനും അവിടുത്തെ നേതാവുമാണ്. വാട്ട് ഈസ് ദിസ്? ശ്രീ കെ എം ആന്റണി IPS മറുപടി. ഞാനിപ്പോൾ ഇപ്പം ബെന്നി ജോസഫ് പറഞ്ഞത് ഞാൻ പറയുന്നു. അതായത് ബ്രോക്കർമാർ സമ്പന്നരോ അല്ലെ ശക്തരോ അല്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി നടത്തുന്ന ആൾക്കാർ, ഡോക്ടർമാര്, അല്ലെങ്കിൽ അതിന്റെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പ്രബലരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശക്തരാണ്. പക്ഷെ പോലീസിൽ നമുക്കൊരു വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. കൃത്യമായിട്ട് നമ്മൾ പോലീസിന്റെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലിപ്പം വന്നിരിക്കുന്ന ഈ സംഭവം അല്ലെങ്കിൽ കേസ് ശക്തമായ രീതിയിൽ അന്വേഷിച്ച് അതിന് വേണ്ടുന്ന രീതിയിൽ തെളിവുകൾ കൊടുത്ത് സുതാര്യമായ ഒരു അന്വേഷണം കാഴ്ചവെക്കാനാണ്, ഇങ്ങനെ അന്വേഷണം വന്നു എന്നത് തന്നെ നമുക്ക് വളരെ പ്രതീക്ഷ നൽകേണ്ട കാര്യം തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ബെന്നി ജോസഫ്, ഒരു ചോദ്യം ഇതാണ്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി നന്മ മരങ്ങളെ കാണാറുണ്ട്. എവിടെയും ആർക്കെങ്കിലുമൊക്കെ ഇവർക്ക് മാറ്റിവെക്കലിനുള്ള ആവശ്യങ്ങളൊക്കെ വന്നാൽ അവർ ഒത്തിരി ലക്ഷം രൂപയൊക്കെ ഈ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കുകയും അത് അവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അടുത്ത കാലത്ത് ചില ആളുകൾക്കിടെ വലിയ വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതവിടെ നിൽക്കട്ടെ. എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും ഇത്തരത്തിലുള്ള ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിനൊക്കെ ഈ പറയുന്ന ആളുകൾ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് 50 ലക്ഷം രൂപയും 60 ലക്ഷം രൂപയും ഒക്കെ ഇതിന്റെ ഹോസ്പിറ്റൽ ചെലവ് വരുമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഈ പൈസയൊക്കെ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ധാരാളം മലയാളികൾ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാറുമുണ്ട്. അതവർ ചെയ്യട്ടെ. പക്ഷേ ചോദ്യം ഇതാണ്, ശരിക്കും ഈ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോസസ്സിനൊക്കെ ഇത്രയും ചെലവ് വരുന്നുണ്ടോ ശ്രീ ബെന്നി ജോസഫ്? ഈ ചോദ്യം എന്നെ ശ്രവിക്കുന്ന എല്ലാ മലയാളികളും കണ്ണും കാതും തുറന്നു വെച്ചൊന്ന് കേട്ടോ. ഞാൻ MLA ഒന്നുമല്ല. ഞാനൊരു സാധാ പൊതുപ്രവർത്തകനും ഒരു പത്രപ്രവർത്തകനും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കുറച്ച് ചാരിറ്റിയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഞാനും യേശുദാസും ചേർന്ന് ഞങ്ങൾ നടത്തിയ എല്ലാ ആരോഗ്യ മേഖലയിലെ ഇടപാടുകളും പല നന്മ മരങ്ങൾ ചെയ്തതിൻ്റെ 10% പോലും പൈസ ഇല്ലാണ്ടാണ് ഞങ്ങൾ ചെയ്തേക്കണം. എന്നിട്ട് പോലും ആ പാവം യേശുദാസിനെയൊക്കെ കല്ലെറിയാൻ ഇവിടെ ഇത്തിരി പേരുണ്ട്. ഞങ്ങൾ ഹാർട്ട് സർജറി 85,000 രൂപയിലോട്ട് കൊണ്ടുവന്നു, 3 ലക്ഷം രൂപയെന്ന്. ഞങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അത് നിങ്ങൾക്കറിയാലോ, ഏത് റോട്ടിൽ പോയാലും ജംഗ്ഷനിലൊക്കെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഭാസ്കരൻ്റെ 2 വൃക്കകളും പോയി. MLA അടക്കമുള്ള കമ്മിറ്റിക്കാർ 25 ലക്ഷം പിരിക്കണ്, 35 ലക്ഷം പിരിക്കണ്. ഞങ്ങൾ എങ്ങനെയാണ് 5 ലക്ഷവും 6 ലക്ഷം രൂപ ഒരു കിഡ്നി മാറ്റി? 40 ലക്ഷത്തിന് ആവശ്യമില്ലെന്നാണോ പറയുന്നത് ഇതിനു വേണ്ടി? ഒരു കാരണവശാലും ഒരു കിഡ്നി സ്വന്തക്കാരാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ, പിന്നെ ഇതിൻ്റെ മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഒരു 2-3 ലക്ഷം രൂപ കൂടി, മൊത്തം ഒരു 7 തൊട്ട് അങ്ങേയറ്റം 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുമെന്ന് ഞാൻ ലിസി ഹോസ്പിറ്റലിൻ്റെയും ലൂർദിൻ്റെയും മറ്റാശുപത്രി ഡയറക്ടേഴ്സിൻ്റെയും ഡോക്ടേഴ്സിനെയും ഞാൻ ഒരു ചർച്ചയ്ക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ ഞാൻ വെല്ലുവിളിക്കുന്നു. 10 ലക്ഷം രൂപയിൽ താഴെ ഒരു കിഡ്നി സുഖമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് അടക്കം സാധിക്കും എന്ന് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ബാക്കിയുള്ള 30 ലക്ഷം എവിടെ പോകുന്നു? അതാണോ നമ്മൾ ഈ പറഞ്ഞ വിഷയമായിട്ടൊക്കെ അതിനെ ചേർത്ത് വെക്കാൻ പറ്റുമോ? ശ്രീജിത്ത്, അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് ഇത്രയും പൈസ? കോക്ലിയർ ഇംപ്ലാന്റ് ഇന്നത്തെ പത്രത്തിൽ ഒരു കൊച്ചിന് വേണ്ടി 15 ലക്ഷം രൂപ കോക്ലിയർ ഇംപ്ലാന്റിന് ചോദിച്ചിരിക്കുന്നു. കേരള സർക്കാർ നടത്തി കൊടുക്കണം 4 ലക്ഷം രൂപക്കാണ്. അതും യേശുദാസും ബെന്നി ജോസഫും കൂടി കൊണ്ടുവന്നതാണ് കോക്ലിയർ ഇംപ്ലാന്റ്. കേരളത്തിലെ എല്ലാ ഡോക്ടർമാരും ആശുപത്രികളും 10 തൊട്ട് 15 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടിരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് സംസാരശേഷിയില്ലാത്ത, ശ്രവണശേഷിയില്ലാത്ത കുട്ടികളെ ഇതുപോലെ മാരകമായി കൊള്ളയടിച്ചെടുത്ത് യേശുദാസും ബെന്നി ജോസഫും ചേർന്നാണ് അത് 5 ലക്ഷത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ കേരള സർക്കാർ അത് 4 ലക്ഷത്തിനാണ് നടത്തുന്നത്. അങ്ങനെ 4 ലക്ഷം രൂപക്ക് കോക്ലിയർ ഇംപ്ലാന്റ് നടക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് 15 ലക്ഷം രൂപ പേപ്പറിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പേപ്പറിൽ പരസ്യം ചെയ്യുന്നത്? ഒരു നിമിഷം അഡ്വക്കേറ്റ് കെ എം ആന്റണി IPS, അതായത് ഇവിടെ നമ്മൾ ഈ ക്രൈമിന് പല തലങ്ങളുണ്ടല്ലോ.
നമുക്കൊരു 40 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റേഷന് വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു പോസ്റ്റർ അടിക്കുകയും അല്ലെങ്കിൽ പണം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അതും ഒരു കുറ്റമല്ലേ? കാരണം ഇങ്ങനെ ഒരു തുക കൊടുത്ത് നമുക്ക് ഇത് ഇടപെടാൻ പറ്റില്ല. ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം, ശ്രീ ബെന്നി ജോസഫ് ഒക്കെ പറയുന്ന കണക്ക് വിശ്വസിക്കാമെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഈ പ്രക്രിയകളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ തുക പരസ്യമായിട്ട് ആവശ്യപ്പെടുന്ന ആളുകളെയും നമ്മൾ സംശയത്തിൽ കാണേണ്ടതല്ലേ? അതും നിയമലംഘനമല്ലേ? ഈ പറഞ്ഞ കാര്യം ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. കാരണം പരസ്യപ്പെടുത്തുന്നത്, അതായത് ഇനി അവയവം കൊടുക്കാനുണ്ടെന്ന് പരസ്യപ്പെടുത്തുന്നതും അവയവം വാങ്ങാൻ അല്ലെങ്കിൽ ആവശ്യമുണ്ടെന്ന് പരസ്യപ്പെടുത്തുന്നതും കുറ്റകരമായിട്ടുള്ളതാണ്. സെക്ഷൻ 19 ഒരു വയലേഷനാണ്. സെക്ഷൻ 19 ആ ആക്ടിന്റെ വയലേഷനാണ്. അത് തീർച്ചയായിട്ടും അതിന് ക്രിമിനൽ നടപടി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാവുന്നതാണ്. അതായത് MLA-യുടെയും മന്ത്രിമാരുടെയും പടം വെച്ചുകൊണ്ട് പള്ളിയിലെ വികാരി അച്ഛന്മാരുടെയും പൂജാരിയുടെയും പള്ളിയിലെ ഉസ്താദുമാരുടെയും പടം വെച്ചിട്ടാണ് പല ജംഗ്ഷനിലും 25-30 ലക്ഷം ചോദിക്കുന്നത്. അപ്പോൾ ആരെ അറസ്റ്റ് ചെയ്യും? അതായത് എൻ്റെ ഒരു സംശയം ഇതാണ് ശ്രീ ബെന്നി ജോസഫ്. അതായത് ഒരു പക്ഷേ ഇവര് ഈ പറയുന്ന, അതായത് നമ്മൾ ഈ പറയുന്ന ഇത്തരം ഒരു ഡോണറിന് കൊടുക്കുന്ന ഒരു തുക കൂടി അവർ കണക്കിലെടുത്തിട്ടുള്ള ഒരു തുകയായിരിക്കാം ഒരു പക്ഷേ അവർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അത് നിയമലംഘനമാണ്. അഡ്വക്കേറ്റ് KM ആന്റണി IPS പറയുന്നതിന്റെ ഡേറ്റ വിളിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്നിരുന്നാലും അത് നിയമലംഘനം തന്നെയാണ് അല്ലേ? ഷെക്കിന TVയുടെ ഈ ചർച്ച പോസിറ്റീവായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. കിഡ്നിക്ക് പൈസ കൊടുക്കണം. അതിന് സർക്കാരും ജനങ്ങളും ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ ആശുപത്രിയൊക്കെ കൂടി തീരുമാനിച്ചുകൊണ്ട് നമ്മളൊരു തുകയിലെത്തണം. ദേ, ഒരു പാവപ്പെട്ടവൻ ഒരുത്തന് കിഡ്നി കൊടുക്കുകയാണെങ്കിൽ അതൊരു 10 ലക്ഷം അല്ലെ ഒരു 15 ലക്ഷം അവന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ GST അതിൽ നിന്നും എടുത്തോ, അല്ലെങ്കിൽ GST വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. ടാക്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും? ആ പൈസ നേരിട്ട് ആ കിഡ്നി കൊടുക്കണവൻ അങ്ങോട്ട് കൊടുക്കാണ്ട് ഈ ചുറ്റിക്കളിയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആ നിയമം മറികടക്കാൻ വേണ്ടിയല്ലേ കൈക്കൂലി കൊടുക്കണത്? അപ്പോഴല്ലേ ഈ കിഡ്നിക്ക് വില കൂടണത്? എൻ്റെ കിഡ്നിയും നിങ്ങളുടെ കിഡ്നിയും എന്നെ ശ്രമിക്കുന്നവരുടെ കിഡ്നിയും വലുതും ചെറുതൊന്നും അല്ലല്ല. എല്ലാവരുടെയും കിഡ്നിക്ക് ഒരു പാകമൊക്കെ ഉണ്ട്. അല്ലാണ്ട് സിനിമാ നടൻ്റെ കിഡ്നി വലിയ ഇതോ അല്ല, ചട്ടണിയോ അല്ല. അപ്പം നമുക്ക് വേണ്ടത് ഈ നിയമങ്ങൾ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കണം. കൈക്കൂലിക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു നോ എൻട്രി ബോർഡ് വെക്കണം, വണ്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിയല്ല. അതിലെ കൂടി വന്നാൽ എന്തെങ്കിലും കിട്ടും. ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കിട്ടും, അല്ലെങ്കിൽ പോലീസുകാരന് കിട്ടും. ആ സിസ്റ്റമൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഈ അവയവദാനം കുറച്ചും കൂടി സുതാര്യതയിൽ ചില കമ്മിറ്റിയൊക്കെ കൂടി ഇടനിലക്കാർ, സത്യം പറയണം, ആ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കണം, ശവം തിന്നണ പരിപാടി നിർത്തണം കേരളത്തിൽ. അത് വളരെ കഷ്ടമാണ്. തമിഴ്നാട്ടിൽ കടൈവർ എന്ന് പറഞ്ഞ് മൃതസഞ്ജീവനി പോലെ ഒരു പരിപാടിയുണ്ട്. ഇത്രയും അവിടെ ചെയ്യുന്നില്ല. സത്യത്തിൽ തമിഴ്നാടും ബീഹാറൊക്കെ നമ്മളെക്കാട്ടിലും ഒരു നിമിഷം ശ്രീ ബെന്നി, ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അതായത് നിലവിൽ നമ്മുടെ ഒരു സംവിധാനം എങ്ങനെയാണ്? മൃതസഞ്ജീവനി പോലുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമുക്കില്ലേ? അതോ അതിൻ്റെ പോരായ്മയാണോ ഇത്തരത്തിലുള്ള ഈ സ്വകാര്യമായിട്ടുള്ള ഈ മാഫിയയ്ക്ക് ഇവിടെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൃതസഞ്ജീവനിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം സമയം എടുക്കും. കാരണം അതിൻ്റെതായ ഒരു പ്രോസസ് ടൈം എടുക്കും. എൻ്റെ ചോദ്യം ഇതാണ്, നിലവിൽ മൃതസഞ്ജീവനി എന്നുള്ള സംവിധാനം നമുക്കുണ്ട്. അതിൽ കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണോ ഇതൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത്തരം സ്വകാര്യ ഏജന്റുമാരുടെ ഇടയിലൊക്കെ പോകുന്നത്? തീർച്ചയായിട്ടും ഈ മൃതസഞ്ജീവനിയുടെ വെബ്സൈറ്റ് ആദ്യം ഓപ്പൺ ആയിരിക്കണം. എവന് വേണമെങ്കിലും അതിൽ കയറി നോക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അപ്പം ഞാൻ എൻ്റെ മകന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ കിഡ്നിയോ ലിവറോ, മൃതസഞ്ജീവനിലൊരു വ്യത്യാസമുള്ളത്, നമുക്ക് കിഡ്നിക്ക് വേണ്ടി കടൈവർ അല്ല ആക്സിഡൻറ്റിലോ ബ്രെയിൻ ഡെത്ത് ഉള്ളവർക്കേ കിട്ടുള്ളൂ. നമ്മൾ ആ വിഷയത്തിലോട്ടല്ല വരുന്നത്. ഈ കൂട്ടുകാരും ഈ ദാരിദ്ര്യമുള്ളവരും കൊടുക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ പോലും മൃതസഞ്ജീവനിയിലും തട്ടിപ്പ് നടക്കാണ്ടിരിക്കാൻ ചെയ്യേണ്ടത് അതിൽ ഒരു മോണിറ്ററിംഗ് ഇല്ല, ഒരു സുതാര്യതയില്ല. അതും ഒരു കമ്മിറ്റി കക്ഷത്തിൽ വെച്ച് ചില തട്ടിപ്പൊക്കെ നടത്തുകയാണ്. അതായത് കാശുണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം കച്ചവടവൽക്കരിക്കുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടതാണ് മൃതസഞ്ജീവനിയും തകരാൻ കാരണം. മൃതസഞ്ജീവനിയൊക്കെ കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ആയിരിക്കണം. എനിക്കും നിങ്ങൾക്കും അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ ഭാസ്കരനും മുഹമ്മദും ബെന്നി ജോസഫും വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്നാണ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണത്? ആർക്കാണ് ഇതിന് അർഹതപ്പെട്ടത്? അത് ജനം അറിയട്ടെ. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ MLA മന്ത്രിയും ശുപാർശ പറഞ്ഞാൽ അവന് കിട്ടും. എൻ്റെ ക്യാമറമാൻ ഇത് കിട്ടില്ല. കാരണം അവന് ശുപാർശ ചെയ്യാനും ആളില്ല, കാശുമില്ല. അപ്പോൾ അവൻ കിഡ്നി രോഗിയായ അവൻ ചത്തുപോകും.
എനിക്ക് കയ്യൂക്കും സ്വാധീനവും കാശും ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. മൃതസഞ്ജീവിനി ഒന്നും അങ്ങനെ ചെയ്യേണ്ടതല്ല. ദൈവത്തെ ഓർത്ത് ശൈലജ ടീച്ചറിനൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ആ മൃതസഞ്ജീവിനിയൊക്കെ ഒന്നും കൂടി നല്ല ബൈലോ ആക്കി ജനകീയ ചർച്ചകളിലൂടെ എന്നെക്കാട്ടിലും അറിവും വിവരമുള്ളവരെ ഇരുത്തിക്കൊണ്ട് ഇത് കുറച്ചും കൂടി സുതാര്യത കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിലും വലിയത് ഇവിടെ നടക്കും. വ്യക്തമാണ്. അഡ്വക്കേറ്റ് കെ മണ്ടൻ IPS, അതായത് ഇവിടെ ഈ പറയുന്ന ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവന്നാൽ പോലും ഈ പ്രശ്നം തീരുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഇതിൽ വളരെയധികം വൈകാരികമായ ചില ഘടകങ്ങളുണ്ട്. അതാണ് ഈ പോലീസ് സംവിധാനങ്ങളെ പോലും ഈ വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. എത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലേ? കാരണം ഇത് വളരെയധികം വൈകാരികമായിട്ടും മറ്റു പല ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? സുതാര്യത ആവശ്യമുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലാണ്. ഇപ്പം അവയവം വേണ്ടുന്ന ആൾക്കാർ അവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എന്നാൽ അതിൻ്റെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത് ശസ്ത്രക്രിയ ചെയ്യുവാനും അതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. പക്ഷേ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ബൈപ്പാസ് ചെയ്യുകയും ശുപാർശ പ്രകാരം കയറി വരികയും ഒക്കെ സർക്കാർ സംവിധാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിനെ പ്രത്യേകമായിട്ടും മാറ്റി നിർത്തുകയാണെങ്കിൽ ഇത് ശരിയായ രീതിയിൽ നടപ്പിലാക്കണമെന്ന് ഉള്ള താല്പര്യത്തോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പ്രത്യേക ഒരു ബോഡിയാക്കി മാറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘമാക്കി അല്ലെങ്കിൽ ഒരു ആ രീതിയിലാക്കിക്കൊണ്ട് അതിൽ തീർച്ചയായിട്ടും അത് നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ സുതാര്യതയിൽ നടത്തുക. അതുപോലെ തന്നെ ഇതിൽ കിഡ്നി ദാനം ചെയ്യുന്ന ആൾക്ക് എന്താണോ അയാൾക്ക് ആവശ്യമുള്ളത് അതിനോടും കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്കും അതുപോലെ അർഹതയുള്ളവർക്ക് അവരുടെ സീരിയസ്നെസ്സും പരിഗണിച്ച് അവർക്കിത് നൽകുവാനും ഉള്ള ഒരു സംവിധാനം, അത് പൂർണ്ണ സുതാര്യവും അഴിമതി രഹിതവുമായിട്ട് നടത്താനുള്ളൊരു സംവിധാനമാണ് അതിനാവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ വ്യക്തം. ശ്രീ ബെന്നി ജോസഫ്, എങ്കിൽ പോലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിലവിൽ നമ്മൾ ഈ ഒരു നിയമങ്ങളെ പോലും ബൈപ്പാസ് ചെയ്യുന്ന ആളുകൾ താങ്കൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം പലരും ഈ മെഡിക്കൽ ടൂറിസം എന്ന ഒരു കാര്യത്തെ പോലും മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. താങ്കൾക്ക് ആ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? അതായത് നമ്മുടെ നാടിൻ്റെ ഈ ഒരു ചുറ്റുവട്ടം വിട്ടുപോയിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളും ഇല്ലേ? അത്തരം ക്രൈമുകൾ പോലും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ അതും നമ്മളെ ഞെട്ടിക്കേണ്ട കാര്യമല്ലേ? ഈ അവയവ കച്ചവടം പൊടിക്കുന്നു എന്ന് ഞാൻ 3 വാർത്ത ചെയ്തിട്ടുണ്ട്. അത് വെറുതെ അല്ല, ബ്രോക്കറുമായിട്ട് സംസാരിച്ച്, മേടിച്ച ആളുമായിട്ട് സംസാരിച്ച്, കൊടുത്ത ആളുമായിട്ട് സംസാരിച്ച്, പണം കിട്ടാനുള്ള ആളുമായിട്ട് സംസാരിച്ച്. പക്ഷെ ഇതൊന്നും എങ്ങും എത്തൂലെന്ന് മാത്രമല്ല, എന്നെ പോലെയുള്ള ആൾ ഒത്തിരി ദ്രോഹിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ ഈ ടീംസ് ഉണ്ട്. അതായത് നമ്മളെ പെർപ്പസ്ഫുള്ളി, ഇപ്പം എന്നെ നല്ലത് പറയാൻ ഒരു 10 പേരുണ്ടാവും, എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും തുറന്ന് പറയാൻ 10 പേർക്കേ പറ്റുള്ളൂ. പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ 100 പേരുണ്ട്. കാരണം മെഡിക്കൽ മാഫിയ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മാഫിയയാണ്, മനുഷ്യത്വമില്ലാത്ത മാഫിയയാണ് മെഡിക്കൽ മാഫിയ ആരോഗ്യ മേഖലയിൽ. കാരണം അവർക്ക് മനുഷ്യത്വമില്ല. ഈ കരൾ മാറ്റ അല്ലെങ്കിൽ അവയവ മാറ്റ ശസ്ത്രക്രിയ നമ്മൾ മൃതസഞ്ജീവിനിയിലോട്ട് പോവരുത്. കാരണം മൃതസഞ്ജീവിനി ഒരാൾ ബ്രെയിൻ ഡെത്ത് ആയാൽ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അത് നമുക്ക് മാറ്റിവെക്കാം, അത് നമുക്ക് സുഖമായി നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എറണാകുളത്തെ 3 പ്രമുഖ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു വർഷം 100-ൽ കൂടുതൽ അവയവ കച്ചവടം നടന്നിരിക്കുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 20 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ × 100 എത്ര കോടി രൂപ കിട്ടി? അപ്പം നമ്മൾ പഞ്ചസാരക്കും പാലിനും ഉച്ചക്കത്തെ ചോറിനും വില പേശി മീൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കിഡ്നിയൊക്കെ വിൽക്കുന്നവനാണ്. ആഡംബര കാറുകൾ, ആഡംബര യാത്രകൾ, ആഡംബര ജീവിതം നയിക്കുമ്പോൾ പുതിയ പിള്ളേർ വീണ്ടും ഇതിലോട്ട് ഇറങ്ങുന്നു. കാരണം ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് കിഡ്നി കച്ചവടവും. ഇതും വെറുതെ ഇടങ്ങി പിന്നെ നന്മ മരങ്ങളുടെ വേറെ ഒരു തള്ളിക്കയറ്റവും. വ്യക്തമാണ്. അഡ്വക്കേറ്റ് കെ മണ്ടൻ IPS, നമ്മൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത് നമ്മുടെ റിപ്പോർട്ട് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു റാക്കറ്റിന്റെ അന്വേഷണം നമ്മുടെ SP സയ്യിദ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം അതിൽ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് COVID-19 ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് എന്നുകൂടിയാണ്. ഒരുപക്ഷെ അങ്ങ് ഈ പറയുന്ന മേഖലയിലൊക്കെ വളരെയധികം കാലം
പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഇരുന്ന ആളാണ്, അങ്ങനെ വിരമിച്ച ഒരാൾ കൂടിയല്ലേ. എന്താണ് ഈ ഒരു ചുറ്റുപാട്, ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേക ഒരു സാമൂഹിക സാംസ്കാരിക തലം എങ്ങനെയാണ് അഡ്വക്കേറ്റ്? ഈ കൊടുങ്ങല്ലൂര് പറഞ്ഞത് ശരിയാണ്. അവർ പ്രതിപാദിക്കുന്നത്, അല്ലെ ഈ കേസിലേക്ക് വന്നിരിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ടത് ഒരു 3ഓളം കോളനികളാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് എറണാകുളത്ത് നിന്നും ആദ്യം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അവിടെ ഒരു കോളനിയിൽ വന്ന് ഒരാളെ സമീപിച്ച് ആദ്യമായിട്ട് ഒരു കിഡ്നി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അത് പൈസയുടെ ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്, രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ കൊടുത്തു. അപ്പോൾ ആ കോളനിയിൽ, അതായത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് അത് വന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ജോലിയും തൊഴിലും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വന്ന ഒരു കാര്യമായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള അതീവ ബുദ്ധിമുട്ടിൽ അവർ കിഡ്നി കൊടുക്കാൻ നിർബന്ധിതരായതാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടി. അപ്പം ഒരാൾക്ക് ഇങ്ങനെ പൈസ അല്ലെങ്കിൽ രൂപ കിട്ടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാളുടെ പരിസരവാസികളും അയാളുമായിട്ട് അടുപ്പമുള്ള ആളുകളും മനസ്സിലാക്കി അവരും ഇതിന് മുന്നോട്ടിറങ്ങുകയും ആ വന്ന ഏജന്റുമാർക്ക് ആ പ്രദേശം ഒരു നല്ല സ്ഥലമായി, അതായത് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന സ്ഥലമായി അറിയാനും അതുകൊണ്ടാണ് അവിടെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള കൈമാറ്റം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവയവദാനം നടന്നിരിക്കുന്നത് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഇത് കൊടുങ്ങല്ലൂരിനേക്കാളും കൂടുതൽ നടക്കുന്നത് തൃശ്ശൂരും പെരുമ്പാവൂരും ബേസ്ഡ് ചെയ്ത. രണ്ടാമത് മനുഷ്യൻ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരാൾക്ക് ഒരു കിഡ്നി കൊടുത്താൽ കുഴപ്പമില്ലെന്ന് വലിയൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കിഡ്നി കൊടുക്കാൻ ആരും ഭയപ്പെടുന്നില്ല, ലിവറിൻ്റെ ഒരു കഷ്ണം കൊടുക്കാൻ ആരും ഭയപ്പെടുന്നില്ല. ലിവർ 30 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെയും കച്ചവടം നടക്കുന്നുണ്ട്. 30 ലക്ഷം തൊട്ട് 1 കോടി വരെയും ലിവർ കൊടുത്താൽ ചെറുപ്പക്കാർ കാശ് കൊടുത്തിട്ട് അവർ മേടിക്കണ ജഗ്വാർ വണ്ടിയാണ്. കിഡ്നി 10 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെയാണ്. ഈ കിഡ്നിക്കും ലിവറിനും എങ്ങനെയാണ് വില നിശ്ചയിക്കണമെന്നറിയോ? വാങ്ങുന്നവൻ്റെ സമ്പന്നത. അതായത് എൻ്റെ കിഡ്നി ഇപ്പോൾ അമിതാഭ് ബച്ചനോ രജനീകാന്തോണോ മേടിക്കണമെങ്കിൽ എൻ്റെ കിഡ്നിയുടെ വില 5 കോടി 10 കോടി രൂപയാണ്. എൻ്റെ കിഡ്നി മോഹൻലാലോ മമ്മൂട്ടിയാണോ മേടിക്കണമെങ്കിൽ 10 കോടി രൂപയാണ്. പക്ഷേ എൻ്റെ കിഡ്നിയും ലിവറും ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ താങ്കളോ അവതാരകനായ താങ്കളോ മേടിക്കണമെങ്കിൽ അത് 10-15 ലക്ഷം കിട്ടുള്ളൂ. ഈ കിഡ്നിയുടെ കച്ചവടം മേടിച്ച് അത് സ്വീകരിക്കുന്ന ആളുടെ പണത്തിൻ്റെ ബലം പോലെ ഇരിക്കും. ഒരു കാര്യം കൂടി പറയാം, ഈ തൃശ്ശൂരും പെരുമ്പാവൂരും ചേർത്തലയിലൊക്കെ ഈ കച്ചവടം നടക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം നടന്ന് കിട്ടിയാൽ, അത് സാറിനും ചിലപ്പോൾ അറിയാൻ പറ്റും, ഒരെണ്ണം നടത്ത് കിട്ടിയാൽ അപ്പുറത്തെ ചേച്ചിന്ന് അവിടെ ചെന്നിട്ട് എടി എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലടി. അതായത് ഇവരുടെ പെട്ടെന്ന് ഇവർക്ക് സമ്പത്ത് ഉണ്ടാകുന്നു, മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇത് എവിടുന്നാണ് ഈ പൈസ എന്നൊരു ചോദ്യത്തിൽ നിന്നായിരിക്കുമല്ലേ? അല്ല, അങ്ങനെ ഇപ്പൊ കേരളത്തിൽ ചോദിക്കണില്ലല്ലോ. ഇന്നലെ വരെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നമ്മുടെ മന്ത്രിമാരും കോടികൾ ഉണ്ടാക്കുമ്പോൾ ചോദിക്കുന്നില്ലല്ലോ. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഇപ്പൊ ഇത് കയറിയിട്ടുണ്ട് കേട്ടാ. IG ശ്രീജിത്ത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. ആലപ്പുഴ, ചേർത്തല, കൊല്ലം സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയും പരിവട്ടമായിട്ടിരിക്കുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുപോയി ആരും അറിയാണ്ട് 3 ദിവസം 4 ദിവസം കൊണ്ട് ചെയ്ത് വേളാങ്കണ്ണി പോകണമെന്ന് പറയുക, ഗുരുവായൂർ പോകണമെന്ന് പറയുക, പഴനി പോകണമെന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടനത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വ്യാപകമായിട്ട് 20 ലക്ഷം രൂപ അങ്ങോട്ട് കിട്ടുമേ. അവർ കടലിലൊക്കെ പോയി ജീവിതത്തിൽ പണിയെടുത്താൽ കിട്ടുമോ? അപ്പോൾ ഇവിടെ സമ്പന്നരായിട്ട് മയക്കുമരുന്നും സ്വർണ്ണക്കടത്തും ഐഫോൺ കച്ചവടമൊക്കെ ചെയ്യണവർക്ക് കിഡ്നി പോയാൽ ഒരു പ്രശ്നവുമില്ല. ഏതായാലും ഈ മേഖലയിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. കൂടാതെ ഇപ്പോൾ മലയാളികളെ ഇവിടെ നിന്ന് ശ്രീലങ്കക്കും സിംഗപ്പൂരും ഹോങ്കോങ്ങിലും കൊണ്ടുപോയിട്ട് ഈ കൊടുക്കുന്നവനും മേടിക്കുന്നവനും കൂടി സിംഗപ്പൂർ പോവും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോവും. ഒരു 20-25 ദിവസം അവിടെ കറങ്ങി നടക്കും. അപ്പോഴേക്കും അവിടെ നിന്ന് ചെയ്തിട്ട് വന്ന ഒരു പരിപാടിയും കൂടി ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. ശ്രീ ബെൻ ജോസഫ്, അതെങ്ങനെയാണ്? അതായത് ഈ ഇതിനു വേണ്ടി തന്നെ പോകുമെന്നാണോ പറയുന്നത് മറ്റു രാജ്യത്തേക്ക്? അതെ, ഇപ്പൊ എനിക്ക് ഇവിടെ നിന്ന് ശ്രീലങ്കയിൽ സിംഗപ്പൂർ പോകണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണോ? ഞങ്ങൾ രണ്ടും പോകുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടുത്തെ ആശുപത്രിയായിട്ട് ഇതിന് കൃത്യമായ ടൈപ്പ് ഉണ്ട്. സത്യത്തിൽ ഞാൻ പറയണേ, ഇനി തൊട്ട് വിസിറ്റിംഗ് വിസയിൽ പോകുന്നവർ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് സ്കാൻ ചെയ്തേക്കണം ഈ കിഡ്നി അവിടെ ഉണ്ടാന്ന്. അതായത് ശ്രീ ബെന്നി ജോസഫ് വളരെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ അത്രയധികം കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഒന്നും സങ്കല്പങ്ങൾക്ക് അപ്പുറമായിട്ട് ഇത് വലിയൊരു വ്യവസായമായിട്ട്, ഒരു വിപണിയായിട്ട് ഈ കച്ചവടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ചർച്ച ഇത്രയും നിസ്സാരമായിട്ട് എടുക്കുമെങ്കിൽ ഞാൻ എറണാകുളത്ത് നിന്ന് വരില്ല. ഒറ്റ കാര്യത്തിന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും
ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ശ്രീജിത്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ആദ്യം കേസൊന്നും അന്വേഷിക്കേണ്ട, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ഓരോ ആശുപത്രിയിലും എത്ര കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നു, അവരെ ഒന്ന് വിളിച്ചാൽ മതി. ചാള വിൽക്കണ പോലെയല്ലേ ഇപ്പൊ കിഡ്നി വിൽക്കണത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പണി നിർത്താം. അതായത് കൃത്യമായ അന്വേഷണം ഉണ്ടായാൽ, ഇവരുടെ ഒരു പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചാൽ ഈ ഒരു കേസിൽ കുറച്ചുകൂടി സാധ്യത ഉണ്ടാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. അഡ്വക്കേറ്റ് കെ ആന്റണി IPS, നമ്മൾ ഈ കേസിന്റെ ഒരു വശത്തേക്ക് നമ്മുടെ ഒരു വിഷയത്തിന്റെ ഭാഗമായിരിക്കില്ല, എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു കേസ് അങ്ങാണ് അന്വേഷിക്കുന്ന ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ ഈ ബെന്നി ജോസഫ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഡേറ്റകളൊക്കെ പരിശോധിച്ചാൽ ഇതിന്റെ ഒരു സോഴ്സിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ? അത് അത്ര എളുപ്പമാണോ? നമുക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കുമോ ഈ ഒരു കേസ് തെളിയിക്കുക എന്ന് പറയുക? തീർച്ചയായിട്ടും ബെന്നി ജോസഫ് പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അതിപ്പം എവിടെയെല്ലാമാണ് ഇത് നടന്നിട്ടുള്ളത്, ഈ ശസ്ത്രക്രിയ നടന്നിട്ടുള്ളത് എന്ന് നോക്കി ആ ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിൽ ആ പറയുന്ന രോഗികളെ കണ്ട്, അവർക്ക് ആരാണോ കിഡ്നി കൊടുത്തത് അവരെ കണ്ട് അന്വേഷണം അത്തരത്തിൽ നടത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ ഇത് കണ്ടെത്താൻ സാധിക്കും. ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിലും അതും കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അത് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളതിനെ അല്ലാതെ ഒരു മുൻവിധിയോടെ ഇതിനെ കാണാൻ ഉള്ള ഒരു അഭിപ്രായമില്ല. ഞാനൊരു നേരത്തെ പോലീസിലുള്ള ആള് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടും ഇത് നല്ലതായിട്ട് തീരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ആ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാണ് ആ കേസ് അന്വേഷിക്കുന്നത്. ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് തെളിവിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം കൂടി നമ്മുടെ ചർച്ചയിൽ ഒന്ന് നമുക്ക് ഇടപെടുത്തി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്ത് ഈ ജോസഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഒരു പക്ഷേ അഡ്വക്കേറ്റ് ആന്റണി സാർ ഇത് കണ്ടിട്ടുണ്ടാകാം ഒരു പക്ഷേ. അങ്ങനെ ഒരു സിനിമയിലൂടെ ഒരു വലിയൊരു ഭയം ഈ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അതായത് ഓർഗനൈസ്ഡ് ആയിട്ട് ക്രൈമുകൾ നിർമ്മിക്കുകയാണ്. അതായത് ഒരു ഡോണറിന് അല്ലെങ്കിൽ ഈ ഒരു കച്ചവടത്തിന്റെ മാഫിയയുടെ അംഗങ്ങൾ സംഘടിതമായി ആക്സിഡന്റുകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ സംഘടിതമായ ആക്സിഡന്റുകൾ സൃഷ്ടിക്കുന്നതിന്റെ അവസാനം ആ കഥയിലെ നായകൻ തന്നെ സ്വന്തം ജീവിതം ബലി കഴിച്ചുകൊണ്ട് തന്നെ ആ കഥ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന കഥ നമ്മൾ കണ്ടു. അഡ്വക്കേറ്റ് കെ ആന്റണി, ഇതൊരു കഥ മാത്രമാണെന്ന് ആശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ആശ്വസിക്കാൻ പറ്റുമോ? അതോ ഈ ഒരു സംഭവം നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ട്, അത് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ആ സിനിമ കണ്ടതാണ്. ജോജു അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിൽ നടക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമൊന്നുമല്ല. അതും നടക്കാം. കാരണം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലും ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് ഇന്നിപ്പോൾ സമൂഹത്തിൽ. കാരണം ഈസി മണി മേക്കിങ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പെട്ടെന്ന് എങ്ങനെ പണക്കാരനാക്കാം അല്ലെങ്കിൽ എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് അത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, അടുത്ത കാലത്ത് 1 വർഷം മുമ്പ് മരണപ്പെട്ട ഒരു കേസിൽ ആ രക്ഷിതാവ് ഇപ്പോൾ പോലീസിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അതായത് ആ രക്ഷിതാവിന്റെ മകന് മരണപ്പെട്ടത് ഒരു ആക്സിഡന്റൽ സംഘടിതമായി അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഒരു ആക്സിഡന്റ് ആയിരുന്നെന്നും അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റും അവയവ മാഫിയയും തമ്മിലുള്ള ഒരു അലയൻസിന്റെ ഭാഗമായിട്ട് ആണ് ആ മരണം ഉണ്ടായത് എന്ന് പോലും വാർത്തകളുണ്ട്, നമ്മുടെ പത്രങ്ങളിലുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ അത് വീണ്ടും മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ക്രൈമുകൾ പോലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ എന്ന് നമുക്ക് കരുതാം, അല്ലേ അഡ്വക്കേറ്റ്? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഒരു മോഷണം നടത്താനായിട്ട് കൊലപാതകം നടക്കുന്നുണ്ട്. പല സ്ഥലത്തും വീട്ടിൽ ഭവനവേദന നടത്തി സ്വർണമോ പണമോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ജോസഫ് എന്നുള്ള സിനിമേനെക്കാളിലും ഒരു പടി ഞാൻ മുന്നിലെത്തി കഴിഞ്ഞു. അതായത് ഒരാളെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പോലീസിൽ കൊണ്ടുപോകുക, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അതൊക്കെ വലിയ പണിയല്ലേ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതും IG ശ്രീജിത്ത് ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. മാൻ മിസ്സിങ്. ഒരാളെ വണ്ടി ഇടിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത് വളരെ കഷ്ടമാണ്. ഒരു ആംബുലൻസിൽ വെച്ച് കിഡ്നിയും ലിവറും എല്ലാം കൂടി ഒരു മനുഷ്യൻ, നമ്മളിൽ ആരെങ്കിലും 10 ലക്ഷം കടം ചോദിച്ച് ഇവിടുത്തെ ആരെങ്കിലും ഇന്ന് നടന്നാൽ കിട്ടുമോ? പക്ഷേ ഒരു ചാവാറായ മനുഷ്യൻ അല്ലെങ്കിൽ എൻ്റെ ബോഡിയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു 5-6 കോടി രൂപയാണ്. 2 കണ്ണ്, ലിവർ 3 പേർക്ക്, ഹാർട്ട് ഒരാൾക്ക്,
കിഡ്നി 2 പേർക്ക്, എല്ല് കില്ല് ഒക്കെ കൂടി മനുഷ്യൻ്റെ സ്പെയർ പാർട്സിൻ്റെ കച്ചവടം നടക്കുന്നത് ഒരു മനുഷ്യൻ്റെ വില 5 തൊട്ട് 10 കോടി രൂപയാണ്. കേരള പോലീസിനെ ഞാൻ വീണ്ടും ഒരു വെല്ലുവിളി വിളിക്കുന്നു. എത്ര മാൻ മിസ്സിംഗ് ഉണ്ട്. എൻ്റെ ഫോണിൽ ഡയൽ ചെയ്താൽ എൻ്റെ ഭാര്യയ്ക്കറിയാം ഞാൻ ഇന്ന് എവിടെയുണ്ടെന്ന്. പക്ഷെ കേരളത്തിൽ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് എത്ര മാൻ മിസ്സിംഗ് ഉണ്ട്. മനുഷ്യനെ കാണുന്നില്ല, വായുവായിട്ട് പോയാ. മനുഷ്യനെ കാണുന്നില്ല, വായുവായിട്ട് പോയാ. ഇതൊക്കെ തട്ടുകടയിൽ ബീഫ് ഫ്രൈ ആയിട്ട് പോകണ്ടെന്ന് ഞാൻ ഞെട്ടുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ മനുഷ്യത്വം മരവിച്ച് കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയധികം ഈ ആധുനിക സയൻസും ടെക്നോളജിയും വളർന്നിരിക്കുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മാൻ മിസ്സിങ് വർദ്ധിച്ചിരിക്കുന്നു. അവനെ കടലിൽ നിന്ന് കിട്ടുന്നില്ല, പുഴയിൽ നിന്ന് കിട്ടുന്നില്ല, റോട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ഇത്രയധികം മാൻ മിസ്സിങ്. ഞാൻ മുഖ്യമന്ത്രിയെ ചാലഞ്ച് ചെയ്യണം. അതിപ്പോൾ LDFൻ്റെ മുഖ്യമന്ത്രി എന്നല്ല, ഏത് മന്ത്രിനെയും ചാലഞ്ച് ചെയ്യണം. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ എത്ര മാൻ മിസ്സിംഗ് ഉണ്ട്, അതിലെത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കിഡ്നിയും ചട്നിയായിട്ട് പോയേക്കാണ് മോനെ. നമുക്ക് ഒരു അഡ്രസ്സും ഇല്ല. നമ്മൾ ചില സിനിമകളൊക്കെ മുൻപിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ആശ്വസിക്കാറുണ്ട്, ഇത് സിനിമയിൽ മാത്രമല്ലേ ഉള്ളൂ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അതി ഭാവനയുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഈ പല സിനിമകളിലും നമ്മൾ കണ്ട പല കാര്യങ്ങളും ഇത് യാഥാർത്ഥ്യമാകുന്നുണ്ട് എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങയുടെ ഒരു സർവീസ് കാലഘട്ടത്തിൽ ശ്രീ ബെന്നി ജോസഫ് പറഞ്ഞതുപോലുള്ള അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അങ്ങ് അഭിമുഖീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണങ്ങളുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യം ഒന്നും കൂടി പറഞ്ഞിട്ട് സാർ പറ. ഓക്കെ. കഴിഞ്ഞ 5 കൊല്ലം സാറേ മാൻ മിസ്സിങ്. ബാക്കിയൊക്കെ പോയിക്കോട്ടെ, ആവിയിൽ പോയി എന്ന് പറയാം, കളഞ്ഞു പോയി എന്ന് പറയാം, വെള്ളത്തിൽ ചാടി എന്ന് പറയാം, കടലിൽ പോയപ്പോൾ ഷാർക്ക് തിന്നെന്ന് വേണമെങ്കിൽ പറയാം. സാർ കഴിഞ്ഞ 5 വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, താങ്കളൊന്ന് നോക്കിയ മാൻ മിസ്സിങ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ആവിയായിട്ട് പോയാ, ഉണങ്ങിപ്പോയാ. ഇനി മാൻ മിസ്സിംഗ് കേസ് ഒരുപാട് കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കാരണത്തോടു കൂടി പോകുന്നവരുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ പോകുന്നുണ്ടാവും. ഇതൊന്നുമല്ലാതെ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അജ്ഞാതരായി പോവുകയാണ്. അവരെ പറ്റി യാതൊരു വിവരവും കിട്ടാതെ, അവരെ നമ്മൾക്കൊന്നും അവരെ പറ്റിയുള്ള ഒരു വിവരവും കിട്ടാതെ പോകുന്ന ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എണ്ണം ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ തുടർന്നുള്ള ഇതിനു മുമ്പുള്ള തൊട്ടുള്ള കാലഘട്ടത്തിൽ വളരെ വളരെ കൂടിയിട്ടുണ്ട്. അത് സംബന്ധമായി ഗൗരവമായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ഈ പോലീസ് സംവിധാനങ്ങൾക്ക് പോലും ആക്സസിബിൾ ഇല്ലാത്ത ഒരു, നമ്മൾ പറയുന്ന പോലെ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്കൊരു പക്ഷേ യോജിതമായിരിക്കത്തില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടോ? ഞാൻ പറയുന്നത് കേരളത്തെ മാത്രം, അല്ലെങ്കിൽ കേരള പോലീസിനെ മാത്രമല്ല പ്രതി കൂട്ടി നിർത്തുക. അങ്ങനെയുള്ള ഒരു സംവിധാനം, ഒരു നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു 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 ഗ്രൂപ്പ്, ഒരു അധോ ലോകം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഇടം നമ്മുടെ ഇടയിൽ ഉണ്ടോ? ഇല്ല, അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ഗൗരവമുള്ള കാര്യമാണ്. കാരണം ദമ്പതികൾ പോലും അങ്ങനെ പോയതായിട്ടുണ്ട്. കാരണം അവരെവിടെയാണെന്ന് ഇപ്പോഴും അന്വേഷണത്തിൽ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 വർഷമായിട്ട് അറിയാൻ സാധിക്കാത്ത കേസുകൾ നിലവിലുണ്ട്. അത്തരത്തിൽ വരുന്നത് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പോയിട്ടുള്ളത് എന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പം അതുമായിട്ട് കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന മിസ്സിംഗ് ആകുന്ന പല കേസുകൾ, ഒരു പക്ഷേ അതിൽ പല റീസൺസ് ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് ഈ അവയവ മാഫിയയ്ക്കും ഒരു പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലേ ശ്രീ ബെന്നി ജോസഫ്? തീർച്ചയായിട്ടും. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ നമ്മൾ മനുഷ്യനൊക്കെ എത്രയോ വിദ്യാഭ്യാസം എടുത്ത് നമ്മളൊക്കെ സാംസ്കാരികമായി വളർന്നു എന്ന് പറയുമ്പോഴും എൻ്റെ കണ്ണിൽ കൂടി ചോരയാണ് വന്ന. മനുഷ്യത്വം നഷ്ടപ്പെട്ടു. ഞാൻ വളരെയധികം ഭയപ്പെടുന്നു. നമ്മൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി മനുഷ്യനെ കൊന്നു തിന്നും, കാശ് അധികമായിട്ട്. കാരണം 2 വിഭാഗം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരുത്തൻ അരിക്ക് വേണ്ടി, അന്നത്തിന് വേണ്ടി ഓടുന്നു. ഒരുത്തൻ എത്ര സുഖം ഉണ്ടായിട്ടും, അതാണല്ലോ 2000 കോടി രൂപ കയ്യിൽ വെച്ചിട്ടും പോപ്പുലർ ഫൈനാൻസ് പിന്നെയും കക്കാൻ പോയത്. വെരി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഷെക്കിന TV-യുടെ ഇന്ന് ഞാൻ വളരെ തിരക്കായിട്ട് ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ വിചാരിക്കണതിൻ്റെ അപ്പുറത്തോട്ടാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം തന്നെ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ഒരു പാവപ്പെട്ടവനെ കാണാണ്ട് പോയാൽ കൃത്യമായി അന്വേഷിക്കാൻ സാധിക്കില്ല.
പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരനാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ പോലീസ് വെറും കൂലിപ്പണിയായി പോയതുകൊണ്ട് നമ്മളാണ് അനുഭവിക്കണം. അതുകൊണ്ട് ആ പോലീസിനെ ബലവാന്മാരാക്കാൻ, ആ പോലീസിനെ നമ്മളോട് ചേർത്ത് നിർത്താൻ, അലവലാതി രാഷ്ട്രീയം നിർത്താതെ, ഇത് നമ്മൾ ഇനി കരയാൻ പോണത് എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുമക്കളെ, നിങ്ങൾ ഇനി കരയാൻ പോകുന്നത് കണ്ണീരല്ല, ചോരയിൽ നിങ്ങൾ കരയും. ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അഡ്വക്കേറ്റ് KM ആന്റണി IPS, നമുക്ക് നമ്മൾ ചർച്ച തുടങ്ങിയത് തന്നെ നമ്മൾ അവയവ മാഫിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. ഈ അവയവ മാഫിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് ഈ വിഷയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതിലെ തടയിടാൻ എന്ത് നിർദ്ദേശമാണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാർ തലത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളുടെ തലത്തിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ അതിനെയെല്ലാം അവിശ്വസിക്കാൻ പാടില്ല. അതിന് അത്രമാത്രം ക്ലാരിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ ബോർഡോ കോർപ്പറേഷനോ പോലെയുള്ള ഒരു സ്ഥാപനമല്ലാതെ ഇതൊരു വളരെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് അതിന് അർഹതയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അതിൻ്റെ തലപ്പത്ത് നിർത്തിക്കൊണ്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഇതിനെ നടപ്പിലാക്കുകയാണെങ്കിൽ അതിനുള്ള ഫണ്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ കിഡ്നി ദാനം ചെയ്യുന്ന അയാൾക്കൊരു പ്രൊട്ടക്ഷനും, അതോടൊപ്പം തന്നെ ഉദാരമതികളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ സുതാര്യമായിട്ട് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലും, അതിനെ ഹോസ്പിറ്റലുകൾ അവരുടെ സജ്ജീകരണങ്ങളുടെയും ഡോക്ടർമാരുടെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനും അതുമനുസരിച്ച് അവരെ ഒരു റേറ്റിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പാനൽ പോലെയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലോ ആക്കിക്കൊണ്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കും. ഒരു ഇച്ഛാശക്തി ഉള്ള ഒരു സംവിധാനമാണെങ്കിൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബെന്നി ജോസഫ്, അവയവ ദാനം മഹാദാനമാണ്. ഈ അവയവ ദാനം ചെയ്യുന്നവരും സ്വീകരിക്കുന്നവരുമായിട്ടുള്ള ഇന്നത്തെ പ്രശ്നം, ആ നിയമം ലഘൂകരിക്കണം. പക്ഷെ കർശനമായിരിക്കണം നിയന്ത്രണം, സത്യസന്ധമായിരിക്കണം, സുതാര്യതയുള്ളതായിരിക്കണം. എന്നാൽ ഈ പ്രശ്നം നമുക്ക് നിർത്താൻ പറ്റും, ചർച്ച ചെയ്യേണ്ടി വരില്ല. കൂടാതെ കിഡ്നി വാങ്ങുന്ന ആൾ എത്ര വമ്പനായാലും മേടിക്കുന്നവനും കൊടുക്കുന്നവനും തമ്മിലുള്ള അത് ലഘൂകരിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉന്നതനും പ്രമുഖനായാലും ശരി 10 രൂപ, പാവപ്പെട്ടവനാണെങ്കിലും 10 രൂപ, അതിന് സർക്കാർ വേണമെങ്കിൽ സഹായം ചെയ്യണം. ഇതിൻ്റെ എമൗണ്ട് വർദ്ധിക്കുന്നത് ആവശ്യക്കാരൻ്റെ പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ്. അതുകൊണ്ട് ഇതിന് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന്, എന്നാൽ നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട്, ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട്, കർശനമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇത് നടത്തിയാൽ ഇതിലെ കൊള്ള അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആൻ്റണി സാറ് പറഞ്ഞതുപോലെ നല്ല ജെനുവിനിറ്റിയുള്ള, നല്ല കാലിബറുള്ള, സത്യസന്ധതയുള്ള നല്ല ആൾക്കാർ 10-15 പേരുടെ കമ്മിറ്റി എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കണം. അതിനൊന്നും ഇവിടെ ഒരു പഞ്ഞവുമില്ല. അത് കോർപ്പറേഷനുകൾ രാഷ്ട്രീയക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നത് പോലെ കണ്ട ചെമ്മനും ചരിപ്പൂത്തിക്കും കൊടുക്കാണ്ടിരുന്നാൽ മതി. ഫാദർ ഡേവിസ് ചിറമേൽ, ഈ വിഷയത്തിൽ നമുക്ക് എന്ത് പ്രതിവിധിയാണുള്ളത്? കാരണം ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണല്ലോ. അപ്പം ഇതിന് എന്ത് പ്രതിവിധിയാണ് ഫാദറിന് നിർദ്ദേശിക്കാനുള്ളത്? അതായത് ഒരൊറ്റ കാര്യമുള്ളൂ, മൃതസഞ്ജീവനി എന്ന് പറയുന്ന സാധനം അത് നമ്മൾ കേരളത്തിലെ, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയധികം ഞാൻ ഓടി നടന്നുണ്ടാക്കിയതാ. അത് സർക്കാരോ മറ്റാരോ ഹൈലൈറ്റ് ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാകുന്നു, ആ ഒരു അവയവദാനം മരണശേഷം എന്നുള്ളത് നടക്കണില്ല. അപൂർവം ചിലപ്പോൾ നടക്കുന്നുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനായിട്ട് സർക്കാർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കാരിനോടും ശൈലജുറ്റിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ 24 വയസ്സിനോട് നടക്കാം. എനിക്ക് അതിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം എനിക്ക് അതിന്റെ കഥകൾ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ അതിൽ ഫുള്ളി ഇൻവോൾവ്ഡ് ആയിട്ട് നിന്നാൽ ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ ജനങ്ങളത് കേൾക്കും. ആ ഒരൊറ്റ വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഈ മൃതസഞ്ജീവനിയുടെ കാര്യത്തിൽ അച്ഛൻ അതിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ പറച്ചിലല്ലാണ്ട് എനിക്കതിൽ ചേർന്നിട്ടൊന്നും കിട്ടാനില്ല കേട്ടോ. പക്ഷെ സമൂഹത്തില് അങ്ങനെ അതിൽ പ്രവർത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യക്തമാണ്. മാറ്റിവെക്കാൻ അവയവം കിട്ടാത്തതിന്റെ പേരിൽ
ഒരാൾ പോലും മരണമടയരുത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞതുപോലെ ഇതിന് ഏറ്റവും ഉചിതമായ പരിഹാരം മരണാനന്തരമുള്ള അവയവദാനത്തെയും പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ അവയവങ്ങൾ മാറ്റിവെക്കുവാൻ തക്കവണ്ണം ലഭ്യമാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാഫിയയ്ക്കും ഈ നാട്ടിൽ ഇടം കിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഏറെക്കാലത്തിന് ശേഷം സർക്കാർ സജ്ജമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് മുന്നോട്ട് വന്നത് തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. എന്നാൽ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ മലയാളി സമൂഹത്തെയൊക്കെ ഒരുപക്ഷെ ഭയപ്പെടുത്തിയേക്കാം. കാരണം ഓർഗനൈസ്ഡ് ആയിട്ട് ക്രൈം നമ്മുടെ നാട്ടിൽ നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവയവങ്ങൾ മാറ്റിവെക്കുവാൻ രാജ്യങ്ങൾ കടന്ന് ആളുകൾ പോയിട്ട് തിരിച്ചിവിടെ സുഖമായി വന്ന് അവയവ മാറ്റം നടത്തുന്നു, അല്ലെങ്കിൽ പണത്തിനു വേണ്ടി എത്ര കോംപ്രമൈസ് ചെയ്യാൻ വരെ ആളുകൾ മടിയില്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറി വരുന്ന മാൻ മിസ്സിംഗ് കേസുകളൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാഫിയകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, കരുതലുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇടപെടേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളാണ്. ഈ വിഷയങ്ങളെ എല്ലാം ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് ഇവയെല്ലാം കൃത്യമായി അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ട്, ശക്തമായ നടപടികൾ കൊണ്ട് അതിന് ഉത്തരം നൽകുവാൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കും സർക്കാരിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് KM ആന്റണി IPS ശ്രീ ബെന്നി ജോസഫിനും ഫാദർ ഡേവിസ് ചിറമേലിനും നന്ദി.